നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നു എന്ന് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം, അല്ലെങ്കിൽ ആ ഹോർമൂസ് കടലിടുക്ക് തുറന്നു എന്ന് പ്രഖ്യാപിച്ച നാവ് വാകിലോട്ടിട്ടില്ല, അപ്പോഴേക്കും ഇതാ വീണ്ടും അടച്ചതായി ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. തങ്ങൾക്കെതിരെയുള്ള നാവിക ഉപരോധം നീക്കാൻ അമേരിക്ക വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള നിയന്ത്രണങ്ങൾ നീക്കാത്തതാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിലെന്ന് ടെഹ്റാൻ വിശദീകരിച്ചു. നിലവിലുള്ള ദുർബലമായ വെടിനിർത്തൽ തകർന്നാൽ വീണ്ടും ബോംബുകൾ വർഷിക്കാൻ തുടങ്ങുമെന്ന് US പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ പുതിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. US തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന ഇറാന്റെ സെൻട്രൽ മിലിറ്ററി ആസ്ഥാനത്തെ ഉദ്ധരിച്ച സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റായ IRIB റിപ്പോർട്ട് ചെയ്തു. ഈ സാഹചര്യത്തിൽ കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരത്തിന് ഇനി ഇറാന്റെ പ്രത്യേക അനുമതി ആവശ്യമായി വരും. ഇറാൻ കടലിടുക്ക് പൂർണ്ണമായും തുറന്നു എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ 8 എണ്ണ കപ്പലുകളുടെ ഒരു സംഘം കടലിടുക്ക് കടന്നുപോയിരുന്നു. വെള്ളിയാഴ്ച കടലിടുക്ക് തുറന്നതായുള്ള ടെഹ്റാൻ പ്രഖ്യാപനം ആഗോള വിപണിയിൽ വലിയ ഉണർവുണ്ടാവുകയും എണ്ണവില കുറയുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇറാനുമായി ഒരു കരാറിലെത്തുന്നത് വരെ തങ്ങളുടെ നാവിക ഉപരോധം തുടരുമെന്ന ട്രംപിന്റെ ഉറച്ച നിലപാടാണ് ഇറാനെ വീണ്ടും പ്രകോപിപ്പിച്ചത്. ഉപരോധം തുടർന്നാൽ പാത വീണ്ടും അടയ്ക്കുമെന്ന ടെഹ്റാൻ മുന്നറിയിപ്പും നൽകിയിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി ഇപ്പോഴും പരിഗണനയിൽ ഉണ്ടെന്നാണ്. വെടിനിർത്തൽ നീട്ടുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും ശനിയാഴ്ച ട്രംപ് പറഞ്ഞു. താൻ വീണ്ടും ബോംബുകൾ വർഷിക്കാൻ തുടങ്ങിയേക്കും എന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. അത് സംഭവിക്കുമെന്നാണ് ഞാൻ കരുതിയത്. വെടിനിർത്തൽ കരാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇറാൻ തുറമുഖങ്ങൾക്കെതിരെയുള്ള ഉപരോധം US തുടരുകയാണെങ്കിൽ കടലിടുക്ക് അടയ്ക്കുമെന്ന് ടെഹ്റാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ആഗോള വ്യാപാര പാതയെക്കുറിച്ച് പുതിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറില്ല എന്ന നിലപാട് ഇറാനും എടുത്തു കഴിഞ്ഞു. ചർച്ചകളിലെ പ്രധാന തടസ്സമായിരുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ ടെഹ്റാൻ സമ്മതിച്ചതായി ട്രംപ് അവകാശപ്പെട്ടെങ്കിലും തങ്ങളുടെ യുറേനിയം ശേഖരണം എങ്ങോട്ട് മാറ്റില്ല എന്ന് വ്യക്തമാക്കി ഇറാൻ രംഗത്തെത്തി. ലോകത്തിലെ എണ്ണ വാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴി വെക്കും. ഉപരോധം തുടരുകയാണെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് തുറന്നിടില്ല. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് എക്സിൽ കുറിച്ച വാക്കുകളാണ് ഇങ്ങനെ. US നീക്കം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഉപരോധത്തിന് ഇറാൻ ഉചിതമായ മറുപടി നൽകുമെന്നും വിദേശകാര്യ വക്താവ് കൂട്ടിച്ചേർത്തു. ഈ ആഴ്ചയിൽ ഉപരോധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 21 കപ്പലുകളെ US സേന തിരിച്ചയച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അറേബ്യൻ കടലിൽ പെട്രോളിംഗ് നടത്തുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലിന്റെ ചിത്രവും അവർ പങ്കുവച്ചിട്ടുണ്ട്. കൂടാതെ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയ്ക്കായി ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ നാവികസേനയെ വിന്യസിക്കാനുള്ള നീക്കത്തെ ട്രംപ് പരിഹസിച്ചു. കീർ സ്റ്റാർമർ ഇമാനുവൽ മാക്രോണും തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ അയക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവരോട് മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടായിരുന്ന സമയത്ത് അവർ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു, വെറുമൊരു കടലാസ് പുലി എന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം. തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ പുകഴ്ത്തിക്കൊണ്ട് മനോഹരവും മികച്ചതുമായ ദിവസം എന്നാണ് ട്രംപ് ശനിയാഴ്ചയെ വിശേഷിപ്പിച്ചത്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിച്ച പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറ് എത്രയും വേഗം അന്തിമമാക്കാൻ ഇരുപക്ഷത്തോടും ആവശ്യപ്പെട്ടു. AFPക്ക് നൽകിയ അഭിമുഖത്തിൽ കാര്യങ്ങൾ എല്ലാവർക്കും ഗുണകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇറാനുമായി ഇനി തർക്ക വിഷയങ്ങളിൽ ഒന്നുമില്ലെന്നും കരാറിലേക്ക് തങ്ങൾ വളരെ അടുത്തുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കരാറിൽ ഒപ്പിടുന്നതിനായി പാകിസ്ഥാനിലേക്ക് പോകുന്നത് പരിഗണിക്കുമെന്ന് US പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇസ്ലാമാബാദിൽ 21 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ സ്ഥിരമായൊരു കരാറിലെത്താൻ സാധിക്കാതെ വൈസ് പ്രസിഡന്റ് JD വാൻസ് മടങ്ങിയ സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ വാക്കുകൾ പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. എങ്കിലും സമാധാന കരാറിൽ എത്തിയില്ല എങ്കിൽ നാവിക ഉപരോധം തുടരുമെന്ന് ശനിയാഴ്ചയും ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ബുധനാഴ്ച അവസാനിക്കുന്ന വെടിനിർത്തൽ കാലാവധി നീട്ടാൻ താൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം സൂചന നൽകി. ചിലപ്പോൾ ഞാൻ വെടിനിർത്തൽ നീട്ടിയെന്ന് വരില്ല, പക്ഷേ ഉപരോധം തുടരുക തന്നെ ചെയ്യും. എയർഫോഴ്സ് 1-ൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. യുദ്ധം അവസാനിക്കുന്ന പ്രതീക്ഷയിൽ എണ്ണവില നേരത്തെ തന്നെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. ഇതിനു പുറമെ കടലിലുള്ള റഷ്യൻ എണ്ണയുടെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയ്ക്ക് അമേരിക്ക വെള്ളിയാഴ്ച അനുമതി നൽകി. വിപണിയിൽ എണ്ണ ലഭ്യത വർദ്ധിപ്പിക്കുന്ന ഈ നീക്കം വില വീണ്ടും കുറയ്ക്കാൻ സഹായിക്കും.
ലബനനിൽ 10 ദിവസത്തെ വെടിനിർത്തൽ ആരംഭിച്ചതും ഹോർമൂസ് കടലിടുക്ക് തുറന്നതും ഇറാനുമായുള്ള വലിയൊരു സമാധാന കരാറിലേക്കുള്ള ചുവടുവയ്പായി വാഷിംഗ്ടൺ കാണുന്നു. ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നത് വലിയ കരാറിന്റെ ഭാഗമാണെന്ന് ഇറാൻ നേരത്തെ നിർബന്ധം പിടിച്ചിരുന്നു. ഇതേ തുടർന്ന് ദക്ഷിണ ബെയ്റൂട്ടിലും യുദ്ധം തകർത്ത തെക്കൻ പട്ടണങ്ങളിലെയും ബോംബാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട കുടുംബങ്ങൾ വീട്ടിലേക്ക് മടങ്ങി തുടങ്ങി. ഞങ്ങളുടെ വികാരം വിവരിക്കാനാവാത്തതാണ്, അഭിമാനവും വിജയവും തോന്നുന്നു. 37-കാരിയായ അമാനി അത്രഷ് പറഞ്ഞ വാക്കുകളാണിത്. വെടിനിർത്തൽ നീട്ടണമെന്ന ആഗ്രഹവും അവർ പങ്കുവച്ചു. ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനേയി വധത്തിന് പ്രതികാരമായി മാർച്ച് 2-ന് ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ റോക്കറ്റുകൾ തൊടുത്തുവിട്ടതോടുകൂടിയാണ് ലബനനിൽ യുദ്ധം ആരംഭിച്ചത്. ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്ന വാഷിംഗ്ടൺ വിലക്കിയിട്ടുണ്ടെന്നും ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട സാഹചര്യം ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഹിസ്ബുള്ളക്കെതിരായ നീക്കം അവസാനിച്ചിട്ടില്ലെന്നും അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇസ്രായേലിന്റെ ഏത് ലംഘനത്തിനും മറുപടി നൽകാൻ തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കി. ശനിയാഴ്ച കിഴക്കൻ മേഖലയിലൂടെയുള്ള അന്താരാഷ്ട്ര വിമാനങ്ങൾക്കായി ഇറാൻ വ്യോമപാത ഭാഗികമായി തുറന്നുകൊടുത്തു. ചില വിമാനത്താവളങ്ങളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിന് ഇറാന് 3000-ലധികം ആളുകളും ലബനനിൽ 2290 അധികം പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. 13 US സൈനികരും കൊല്ലപ്പെട്ടു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാകുന്നു എന്ന് മനസ്സിലാകുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം നിർണായകമാണ്. എന്തായിരിക്കും തീരുമാനം എടുക്കുക ട്രംപിന്റെ തീരുമാനം എന്ന് കാത്തിരുന്ന് കാണാം.